വട്ടിയൂർക്കാവിൻ്റെ വികസന സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിൻ്റെ വികസന സ്വപ്നങ്ങൾ എന്നതുകൂടിയാണ്. ഇന്നിപ്പോൾ കാവ് ഫെസ്റ്റിന് തുടക്കം കുറിക്കുകയാണ്. അതോടൊപ്പം വട്ടിയൂർക്കാവിൻ്റെ ഒരു വികസന സെമിനാറും ഇവിടെ നടന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് VK പ്രശാന്ത് MLA നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, സാർ ഇപ്പോൾ എത്രത്തോളം നമുക്കിപ്പോൾ ഒരു കാവ് ഫെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ മൂന്നാമത്തെ തവണയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നമ്മുടെ ഈ കാവ് ഫെസ്റ്റ് കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? എന്താണ് കാവ് ഫെസ്റ്റ്? വട്ടിയൂർക്കാവിൻ്റെ ഒരു സാംസ്കാരിക ഉത്സവമാണ്. വട്ടിയൂർക്കാവിൻ്റെ കാവാണ് നമ്മൾ കാവ് ഫെസ്റ്റ് എന്ന് ചുരുക്കി പറഞ്ഞത്. അപ്പോൾ അത് നമ്മുടെ പ്രദേശത്തെ ഒരു സാംസ്കാരിക ഉത്സവം. ഈ വട്ടിയൂർക്കാവിൻ്റെ ഒരു പ്രശ്നം, ഇവിടെ ഒരു സാംസ്കാരിക ഇടമില്ല. ഇപ്പോൾ നടനഗ്രാമം പോലുള്ള സംഘടനകളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ഓഡിറ്റോറിയമോ അല്ലെങ്കിൽ ഒരു സിനിമാ തിയേറ്ററോ അങ്ങനെ ഒരു ഇടമില്ല. അത് നമ്മുടെ ഒരു പരിമിതിയാണ്. അപ്പോൾ അതും കൂടി മറികടക്കാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ നിശാഗന്ധിയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ നടക്കുന്ന പരിപാടികൾ പോലെ വട്ടിയൂർക്കാവിലെ ഒരു ഇടം നമ്മൾ ഒരുക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വട്ടിയൂർക്കാവിൽ നമ്മൾ ട്രിഡയുടെ പുനരധിവാസത്തിന് വേണ്ടി ഏറ്റെടുത്ത 2.5 ഏക്കർ ഭൂമിയിലാണ്. അപ്പോൾ ഇവിടെ പുനരധിവാസ പദ്ധതിക്ക് ശേഷം ബാക്കി വരുന്ന ഭൂമിയിൽ ഓഡിറ്റോറിയം, സിനിമാ തിയേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, രാഷ്ട്രീയ കക്ഷികൾക്കുള്ള യോഗം ചേരാനുള്ള സ്ഥലം, രാഷ്ട്രീയ കക്ഷികൾക്കും മറ്റ് സംഘടനകൾക്കൊക്കെ യോഗം ചേരാനുള്ള സ്ഥലമടക്കം നമ്മളിവിടെ ക്രമീകരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പരിമിതി മറികടക്കും. ജംഗ്ഷൻ ഡെവലപ്മെൻറ്റ് വരികയാണ്. 18.5 മീറ്ററായ റോഡിൻ്റെ വീതി കൂടും. പേർക്കട മേൽപ്പാലം, അതുപോലെ തന്നെ മറ്റ് റോഡുകളുടെ ഉന്നത നിലവാരത്തിലേക്ക് മാറ്റൽ. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. അപ്പോൾ വട്ടിയൂർക്കാവ് ഫെസ്റ്റ് ഞങ്ങളിപ്പോൾ ഒരു വികസനോത്സവമാക്കി മാറ്റുകയാണ്. നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകൾക്കും ബസ് കൊടുത്തിട്ടുണ്ട്. കെട്ടിടങ്ങളുടെ പണി പൂർത്തീകരിച്ചു. എല്ലാ വില്ലേജ് ഓഫീസുകളും പുതിയ കെട്ടിടങ്ങളാക്കി, സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കി. എല്ലാ ലൈബ്രറികൾക്കും പണം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിലയിൽ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ 6 വർഷം കൊണ്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾ വികസനോത്സവമായി വട്ടിയൂർക്കാവിൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പോൾ ഒരു പ്രോഗ്രസ് കാർഡ് ശരിക്കും നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. കാരണം ഓരോ മേഖലയും എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു വികസന സെമിനാറാണ് ഇവിടെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ ഗ്രൂപ്പ് ചർച്ചകൾ നടക്കുകയാണ്. നമ്മൾ പ്രധാനമായി ഈ കഴിഞ്ഞ 5 വർഷത്തിൽ പ്രധാനമായി കേന്ദ്രീകരിച്ചത് ഏത് മേഖലയാണ്? നമ്മൾ ഇപ്പോൾ വികസന സെമിനാർ നടത്തുന്നതിൻ്റെ ഗുണം, നമ്മൾ സാധാരണ എല്ലാവരും റോഡുണ്ടാക്കുക, പാലം ഉണ്ടാക്കുക, കെട്ടിടം ഉണ്ടാക്കുക, അതാണല്ലോ നമ്മുടെ ഒരു ശ്രദ്ധ. പക്ഷെ നമ്മൾ ചെയ്തത് അങ്ങനെയല്ല. ഈ വികസന സെമിനാർ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, കൃഷി ഉൾപ്പെടെ, മൃഗസംരക്ഷണം ഉൾപ്പെടെ, മറ്റ് മേഖലകൾ, വയോജനങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സെമിനാറാണ്. അപ്പോൾ ആ മേഖലകൾക്ക് കൂടി നമ്മുടെ ശ്രദ്ധ പതിയുകയാണ്. ഒരു റോഡുണ്ടാക്കി നമ്മൾ ഉദ്ഘാടനം നടത്തി വികസന നായകനായിട്ട് നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് പാർശ്വവൽകൃതമായിട്ടുള്ള സമൂഹങ്ങളിലേക്ക് കൂടി, ഇപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന ഗവൺമെൻറ് ഒരു പ്രൈം പ്രോജക്റ്റായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ 9 ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് ആ മേഖലകളിൽ കൂടി ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധ, കോർപ്പറേഷൻ, ഡിപ്പാർട്ട്മെൻറ്റുകൾ, MLA, ജനപ്രതിനിധികൾ, MP ഉൾപ്പെടെ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ നടത്തിയത് കൊണ്ട് എല്ലാ മേഖലകളിലും നമുക്ക് പണം ചെലവഴിക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഏതാണ്ട് 64 കോടി രൂപ ചെലവിട്ടിട്ടുണ്ട്. ലൈബ്രറികളുടെ വികസനത്തിന് വേണ്ടി വലിയ തുക ചെലവിട്ടിട്ടുണ്ട്. റോഡുകളുടെ വികസനം, നമ്മുടെ നാട്ടിലെ തണ്ണീർത്തടങ്ങളുടെ വികസനം, കരമനയാർ ഉൾപ്പെടെ, കിള്ളിയാർ ഉൾപ്പെടെയുള്ള നദീതടങ്ങളുടെ വികസനം, ഇങ്ങനെ ഓരോ മേഖലകളാക്കി എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോഡും പാലവും മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 1600 കോടി രൂപയുടെ വികസനമാണ് വട്ടിയൂർക്കാവിൽ ആകമാനം ഇതിനോട് നടന്നിരിക്കുന്നത്. അത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഈ ഗവൺമെൻറ് ഒരു പ്രത്യേകത, 1ഉം 2ഉം പിണറായി ഗവൺമെൻറ്റുകൾ ഇത്തരം വികസന കാര്യങ്ങൾക്ക് വേണ്ടി സഹായിച്ചു. ഇപ്പോൾ ഇത്രയും കോടി രൂപയുടെ വികസനം എന്നൊക്കെ ഒരു MLAക്ക് പറയാൻ ധൈര്യം കിട്ടിയത്, പണം കിട്ടിയത് കൊണ്ടാണ്. ഇപ്പോൾ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി മാത്രം തന്നെ ഏതാണ്ട് 560 കോടി രൂപയായി. അപ്പോൾ ഈ പണം ലഭ്യമാക്കിയത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അഭിമാന പരിസരം പറയാൻ വേണ്ടി കഴിഞ്ഞത്. ഞങ്ങളൊരു പ്രോഗ്രസ് റിപ്പോർട്ട്, ഇപ്പോൾ ഗവൺമെൻറ്റാണ് പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയത്, ഞങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി. ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 718 പദ്ധതികൾ നടപ്പാക്കി. അത് ഏതൊക്കെയാണ്, ഏത് പ്ലാൻ ഫണ്ടാണ് അത് ഉപയോഗിച്ചത്, ഇങ്ങനെ കൃത്യമായി അച്ചടിച്ച് ഈ പ്രതിനിധികൾക്ക് മുഴുവൻ നൽകിയിട്ടുണ്ട്. വീടുകളിൽ നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നടപ്പാക്കിയ പദ്ധതികളെ സംബന്ധിച്ച് വിശ്വാസമുണ്ട്. ജനങ്ങളുമായിട്ട് സംസാരിക്കാനുള്ള ഡോക്യുമെൻ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുമായിട്ടായിരിക്കും ഞങ്ങൾ വീടുകളിലേക്ക് പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വീണ്ടും ഒരു ഭരണമാറ്റത്തിലേക്ക് വരുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളിൽ ഏകദേശം പാലിക്കാൻ പറ്റിയെന്നൊരു ദൃഢനിശ്ചയത്തോടുകൂടിയാണ് താങ്കൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനി എന്തായാലും എന്തെങ്കിലും ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ വിഷൻ 2040 നമ്മളിപ്പോൾ ഇവിടെ ഈ വികസന സെമിനാറിൽ ആലോചിക്കുന്നത്. അപ്പോൾ ഒരു 15 കൊല്ലം കഴിയുമ്പോൾ വട്ടിയൂർക്കാവ് എങ്ങനെ ഇരിക്കണം? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ആകെത്തുക എന്ന നിലയിൽ മറ്റ് ഡെവലപ്മെൻറ്റും വരുമല്ലോ. ഇപ്പോൾ നമ്മുടെ നഷ്ടപരിഹാരം ഏതാണ്ട് 36 ലക്ഷം രൂപയാണ് 1 സെൻറ്റ് ഭൂമിക്ക് കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും തുക കിട്ടിയ ആൾ പുതുക്കി പണിയുമ്പോൾ കുറച്ചുകൂടി നല്ല സാഹചര്യം ഉണ്ടാക്കും. വ്യാപാര സ്ഥാപനത്തിന് കുറച്ചുകൂടി നല്ല ഫെസിലിറ്റി ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ ഒരു മുഖച്ഛായ കൂടെ മാറും.
ഈ ഉയർന്ന നഷ്ടപരിഹാര തുക വാങ്ങിയ ആളുകൾ വീട് വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനം ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് പോകുമ്പോഴോ അതിൻ്റെ റിഫ്ലക്ഷൻ കൂടി മണ്ഡലത്തിലാകമാനം വരും. അപ്പോൾ ആ നിലയിൽ കൂടി നമ്മൾ കാണുകയാണ്. അപ്പോൾ വിഷൻ 2040 സീവറേജ് ലൈനുകളുടെ എക്സ്റ്റൻഷൻ, മാലിന്യ നിർമ്മാർജ്ജനം, മറ്റ് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ക്രമീകരിക്കുന്നു. അപ്പോൾ എന്തായാലും ഒരു നല്ല വിജയവും നല്ലൊരു മുന്നേറ്റവും ഉണ്ടാവട്ടെ. അതെ, അപ്പോൾ ഇടത് ഭരണം 3ാം ഊഴത്തിലേക്ക് തന്നെ പോകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഈ പദ്ധതികൾ മുടക്കം വരില്ല. ഇപ്പോൾ തുടർ ഭരണം വന്നതുകൊണ്ടാണ് കുറേ വികസനങ്ങൾ മുടങ്ങാതെ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ യാഥാർത്ഥ്യമായത്. അപ്പോൾ അതുകൊണ്ട് വിവാദങ്ങളല്ല വേണ്ടത്, നാടിൻ്റെ വികസനമാണ് എന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിൻ്റെ തുടർച്ച തീർച്ചയായിട്ടും ഉണ്ടാകും. ഓക്കെ, താങ്ക് യു.